നിങ്ങൾക്കറിയാമോ നമ്മൾ ഓരോരുത്തരും ഓരോ ടൈം ട്രാവലേഴ്സ് ആണെന്ന്? അല്ല, സിനിമയിലെ പോലെ മെഷീനൊന്നുമല്ല. പക്ഷേ നമ്മൾ കാണുന്നതെല്ലാം ഭൂതകാലമാണ്. തെളിവ് വേണോ? ഇന്ന് രാത്രി ആകാശത്തേക്കൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ തൊട്ടു മുന്നിലുള്ള വസ്തുവിലേക്ക് തന്നെ നോക്കൂ. എന്താണ് സത്യത്തിൽ കാഴ്ച? ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിലെത്തണം. തലച്ചോറ് അത് പ്രോസസ്സ് ചെയ്യണം. ഇതിന് വളരെ ചെറിയൊരു സമയം ആവശ്യമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ പോലും ഇതിന്റെ മൈക്രോ സെക്കൻഡുകൾക്ക് മുൻപുള്ള അവസ്ഥയാണ്. പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് തുടങ്ങുന്നത് ആകാശത്തേക്ക് നോക്കുമ്പോഴാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത പ്രകാശത്തിനാണ്. സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ. ഇത്രയും വേഗതയുണ്ടായിട്ടും പ്രപഞ്ചത്തിന്റെ വലിപ്പം കാരണം പ്രകാശത്തിന് സഞ്ചരിക്കാൻ സമയം വേണ്ടിവരുന്നു. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് വേണം. അതായത് ഇപ്പോൾ സൂര്യൻ അണഞ്ഞുപോയാൽ പോലും നമ്മളതറിയാൻ 8 മിനിറ്റിലധികം കാത്തിരിക്കണം. നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ സൂര്യനെയല്ല, 8 മിനിറ്റ് മുൻപുള്ള സൂര്യനെയാണ്. നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയിൽ നിന്ന് വെളിച്ചമെത്താൻ 4.2 വർഷം വേണം. നിങ്ങൾ ഇന്ന് ആ നക്ഷത്രത്തെ നോക്കിയാൽ കാണുന്നത് 2022-ലോ 2021-ലോ അവിടുന്ന് പുറപ്പെട്ട വെളിച്ചമാണ്. ആകാശത്ത് കാണുന്ന ചില നക്ഷത്രങ്ങൾ ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെയാണ്. ഒരുപക്ഷെ ഭൂമിയിൽ പിരമിഡുകൾ പണിയുന്ന കാലത്ത് അവിടുന്ന് പുറപ്പെട്ട വെളിച്ചമായിരിക്കും ഇന്ന് നിങ്ങളുടെ കണ്ണിൽ വന്നു വീഴുന്നത്. ചിലപ്പോൾ ആ നക്ഷത്രം ഇന്നവിടെ കാണില്ല, അത് പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷേ ആ വിവരം നമ്മൾ അറിയാൻ ഇനിയും 100 കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. ചുരുക്കത്തിൽ, രാത്രി ആകാശത്തേക്ക് നോക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു പഴയ ഫോട്ടോ ആൽബം നോക്കുന്നത് പോലെയാണ്. നമ്മൾ ഭൂതകാലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം ഒരു അത്ഭുതമല്ലേ? ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യൂ. അവരും ഒന്ന് ടൈം ട്രാവൽ ചെയ്യട്ടെ. എന്തു പറയുന്നു?